മേടിച്ച ഒരാളാണ്. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ പിരിഞ്ഞു പോകത്തില്ല. അനുഗ്രഹം മേടിച്ചെടുത്ത ഒരാളാണ് ദൈവത്തിൽ നിന്ന്. അതിൻ്റെ ഒരു പ്രത്യേകത, അനുഗ്രഹമുള്ള ആളുകൾ എവിടെ ചെല്ലുമ്പോഴും ആ വ്യക്തിയെ പ്രതി ആ സ്ഥലവും ആ വീടും അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹം പകരപ്പെടുന്ന ഒന്നാണ്. യാക്കോബ് കൃത്യം പറയുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങേക്ക് വളരെ കുറച്ചേ ആടുകൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ യാക്കോബ് വന്നതിന് ശേഷം അവ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ കടാക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടും. അവരുടെ വസ്തുവകകളിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അവരുടെ വരുമാന മാർഗങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവും. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ അല്ലെങ്കിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, നിങ്ങൾ ഇന്നലകളിൽ ഉള്ളതിനേക്കാൾ കുറെ കൂടി അനുഗ്രഹമുള്ള ഒരാളായാണ് മാറുന്നത്. കാരണം ഈ കേൾക്കുന്ന വചനം നിങ്ങൾ പോലും അറിയാതെ ഈ അന്തരീക്ഷത്തിലും നിങ്ങളുടെ ശരീരത്തിലും അലിഞ്ഞു ചേരുന്നുണ്ട്. നിങ്ങളിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പോ പഞ്ചസാരയോ ഇട്ട് ഇളക്കിയാൽ പിന്നീട് ആ പഞ്ചസാര തരികൾ കാണില്ല, ഉപ്പ് തരികൾ കാണില്ല, അതിൽ ലയിച്ചു. ഇതുപോലെ ഈ വചനം നിങ്ങളിൽ പഞ്ചസാര പോലെ, ഉപ്പ് പോലെ ലയിച്ചു ചേരുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ അത് ലയിച്ചു ചേരുന്നുണ്ട്. അത് നിങ്ങളെ അനുഗ്രഹമുള്ളവരാക്കി മാറ്റും. യാക്കോബ് ഒരനുഗ്രഹം മേടിച്ച് ലാബാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി, അനുഗ്രഹമുള്ള വ്യക്തിയെ പ്രതി ആ വീടും അവരുടെ സമ്പത്തും വരുമാനമാർഗവും എല്ലാം വളരെയേറെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇതിലൊത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. നിങ്ങളിലൂടെ വേണം നിങ്ങളുടെ വീട് നാളുകളിൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടു വരാൻ. നിങ്ങളെ പ്രതി ദൈവം നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കണം. ഒരു പക്ഷേ നിങ്ങൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പലരും വിമർശിക്കും, പലരും കളിയാക്കും, കുറ്റപ്പെടുത്തും. പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് തനിക്ക് കിട്ടി എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും കാണും. വീട്ടിലുള്ളവർ തന്നെ നമുക്കെതിരാവും.